അല്ല, എം പി ഫണ്ട് നമ്മൾ നൽകിയതാണ്. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരത് ചെയ്യാത്തതാണ്. ചർച്ച നടത്തിയാണ് നമ്മൾ സമരം അവസാനിപ്പിച്ചത്. അപ്പം അതിൻ്റെ ഭാഗമായി ഈ മേഖലയുടെ സമ്പൂർണമായ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ഉന്നതതല യോഗം അടിയന്തരമായി വിളിക്കേണ്ടതായിട്ടുണ്ട്. അത് ഇന്നലെ സബ് കളക്ടർ എഗ്രി ചെയ്തിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അത് വിളിച്ച് ചേർക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇത് കോതമംഗലം DFOയുടെ ഒരു ഏരിയ മാത്രമല്ല ഇവിടെ വരുന്നത്, മൂന്നാർ DFOയുടെ ഒരു പ്രദേശം വരുന്നുണ്ട്. ഇന്നലെ ഈ സംഭവം നടന്നത് കോതമംഗലം DFOയുടെ കീഴിലുള്ള പ്രദേശത്താണ്. എന്നാൽ തൊട്ടടുത്ത് തന്നെ മൂന്നാർ DFOയുടെ അധീനതയിലുള്ള അല്ലെങ്കിൽ അവരുടെ റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെയും മേലുദ്യോഗസ്ഥന്മാരെയും ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് ഈ പ്രദേശത്തിൻ്റെ സമ്പൂർണ്ണമായ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് കടക്കും ജില്ലാ ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ജില്ലാ ആശുപത്രിയിലെ സമരം നമ്മൾ അവസാനിപ്പിച്ചത്. അതല്ലാതെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ മാത്രം ലഭിച്ച ഉറപ്പിൻ്റെ പേരിലല്ല സമരം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ റിപ്പോർട്ടുണ്ട്. അതല്ലാതെ ഒരു പുതിയ സ്ഥലത്തൊന്നും അങ്ങനെ ഇപ്പം ഇവിടെ മുള്ളിരിങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായി 10-18 വരുന്ന ആനകൾ സ്ഥിരമായി ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ജനവാസത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം കഴിഞ്ഞ് എന്ന് വെച്ചാൽ ഇപ്പോൾ 3 ആനകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ എന്ന് പറയപ്പെടുന്നു. ആ 3 ആനകൾ അവശേഷിക്കുന്ന സമയത്താണ് ഒരു മനുഷ്യജീവൻ ഇവിടെ പോകുന്നത്. അതെ, അപ്പം അങ്ങനെ അത് ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമല്ലേ? അതൊരിക്കലും നമുക്ക് ഞാൻ ഈ കാര്യത്തിൽ ഇനിയിപ്പം എന്തുകൊണ്ട് ഞാൻ ഇന്നലെ വകുപ്പ് മന്ത്രിയെ പോലും ഞാൻ ഫോൺ വിളിച്ചില്ല. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ മടുത്തിട്ടാണ്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ ഒരു ഇടപെടൽ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് മാത്രം കേട്ടുകൊണ്ടല്ല ഭരണാധികാരികൾ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ പോകേണ്ടത്. അപ്പോൾ തീർച്ചയായും ഉന്നതതല യോഗം വിളിച്ച് ഈ കാര്യത്തിൽ ഇത്തരം മേഖലകൾ ഏതെല്ലാം പ്രദേശങ്ങളിലാണോ പ്രശ്നങ്ങളുള്ളത് അവിടെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഇവിടെ ആവശ്യം.